ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്തെടുക്കരുത്. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ. ഏതോ റോട്ടൊക്കിൽ സ്റ്റേജ് കെട്ടിയ ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക് എന്തിനും ഇവിടെ ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. 10 മനുഷ്യൻ പോകുമ്പോൾ എത്ര സ്ഥലം പോരെ? 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഭയങ്കരം തന്നെ. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഒരു മാറ്റവും ഇല്ലല്ലോ. ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല. ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞിക്കാറ് പോയപ്പോ ഏത് ഇഷ്ടമുള്ള വാഹനങ്ങൾ സഞ്ചരിക്കാനും ഒക്കെ ഉള്ള സഞ്ചാര സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന തന്നിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 19. 25 കാർ ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ ന്യായീകരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അത്രയേ ഉള്ളൂ. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിരിക്കുന്നവർക്ക് വിവരം വേണമെന്ന് കാണത്തില്ലല്ലോ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം വിജയരാഘവന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുള്ളൂ. എന്തിനാണ് എല്ലാവരും കാറിൽ പോകണമെന്ന് വാശി പിടിക്കുന്നത്? മുഖ്യമന്ത്രി ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു പോയാൽ കുഴപ്പം. ഈ വയസ്സുകാലത്ത് നടക്കുന്നത് നല്ലതല്ലേ? എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം ഉപയോഗിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ദിവസത്തി കണ്ട വിജയരാഘവൻ സഖാവ് നമ്മളെ പോലെ അല്ല, അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്. ബുദ്ധിജീവികൾ സാധാരണ മനുഷ്യർ തമ്മിൽ വലിയ വ്യത്യാസം. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ഇവരില്ലാത്തൊരു നമ്മളോട് എന്തിനാ നിങ്ങൾ ഈ ജാഥ നടത്തുന്നത്? എന്തിനാ നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? എന്തിനാ നിങ്ങളുടെ വളണ്ടിയർ മാർച്ച്? എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്. നേതാവേ ധീരതയോടെ നയിച്ചോളൂ. 10 അല്ല 10,000 അല്ല, രണ്ടും നല്ല പിന്നാലെ.